കൊല്ലം ചിത്രയിൽ ലഹരി തിമിർപ്പിൽ യുവാവ് പ്രദേശവാസികൾക്കും വീടുകൾക്കും നേരെയും അക്രമം നടത്തിയതായി പരാതി. വീടുകളുടെ ജനൽച്ചില്ലുകൾ എറിഞ്ഞ് തകർത്തു. പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ലെന്നും ആക്ഷേപം. വ്യാഴാഴ്ച പുതുശ്ശേരി സ്വദേശികളായ ജയലാലിന്റെയും ചിതറ പഞ്ചായത്ത് CDS ചെയർപേഴ്സണായ ആശയുടെയും വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടുകളുടെ ജനൽച്ചില്ലുകൾ തകർന്നു. കൊച്ചുനാളിലെ തൊട്ടേ കള്ളനാണ്, മാലമോഷണം ഒരുപാട് കേസിലെ പ്രതിയാണ്. ഇപ്പോഴും 2 കേസ് വാറണ്ടാണ് അവന്. വീടിന്റെ മുറ്റത്തിരുന്ന വീട്ടുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കള്ളും എല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പെൺകുട്ടികളെയും ബാക്കി മുതിർന്ന സ്ത്രീ വർഗത്തിനെ അവന് കണ്ടുവിടും. അപ്പോഴവന് പല ഇതുമാണ്. പിന്നെ അവരെയാണ് ചീത്തവിളിയും അതിനൊന്നും വഴങ്ങാത്തതിനും ഇതിനുള്ള വൈരാഗ്യമാണ് അവൻ ഈ മുന്നോട്ട് വെച്ച് നടത്തുന്നത്. ഇതിനു മുമ്പും പുതുശ്ശേരി സ്വദേശി ചന്തു എന്ന് വിളിക്കുന്ന ലിനു മദ്യലഹരിയിൽ പല പ്രാവശ്യം ആയുധവുമായി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ടെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ശല്യം ചെയ്യാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വൈരാഗ്യം കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പെൺകുട്ടികളെ ഒരു 12 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ അവന് കെട്ടിച്ചു കൊടുക്കണം. ഇതാണ് അവന്റെ ആവശ്യം. ഒരു അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു 12 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ കെട്ടിക്കോളാം, എനിക്ക് അവളെ കെട്ടിച്ചു തരണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും ലൈംഗിക ചുവയോടെയുള്ള സംസാരങ്ങളും കേട്ടാൽ നമ്മളെന്തായാലും പ്രതികരിക്കാതെ ഇരിക്കുകയില്ല. ഇതിനെയാണ് അപ്പോൾ പറയുന്നത്, നമ്മളെ കൊല്ലും, അച്ഛനെയും അമ്മയും കൊല്ലും, നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോകും, നിന്നെ ഒറ്റയ്ക്ക് നീ ഇതിലെ പോകുമല്ലോ, അപ്പോഴും പിടിച്ചോളാം. ഇതൊക്കെയാണ് പറച്ചില്. ആശയുടെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കുറച്ചു നാളുകൾക്ക് മുന്നേ ചന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് ചിതറ പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പരാതിക്കാർ പറയുന്നു. എന്നാൽ സംഭവത്തിൽ കേസെടുത്തെന്നും പ്രതി ഒളിവിലാണെന്നും ചിതറ പോലീസ് പറഞ്ഞു. 24 കൊല്ലം.